പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെടുത്താൽ ഇന്ന് വിവിധ മേഖലകളിൽ വളരെയേറെ വേദനയിലൂടെ കടന്നു പോകുന്ന പല സാധ്യതകളും നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ ഈ കാണുവാൻ പറ്റുന്ന പല സാഹചര്യങ്ങളോടും ചേർത്ത് വെക്കുമ്പോൾ ബൈബിൾ എത്ര സത്യമാണെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും സാധ്യമാകുന്നതും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. അതിൻ്റെ തീവ്രത നമ്മൾ അനുഭവിക്കുകയാണ്. ആമോസ് പ്രവാചകൻ BC 760 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവചനം ലോക ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ്. അത് ആമോസ് പ്രവാചകൻ തൻ്റെ 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. അത് ഭക്ഷണത്തിനുള്ള ക്ഷാമമോ ദാഹജലത്തിനുള്ള ക്ഷാമമോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കുമെന്നാണ് പറഞ്ഞു വെക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് പറയുക, BC 760 ആമോസ് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ഈ ഒരു പ്രവചനം ഇന്നേക്ക് 2785 വർഷം മുമ്പ് കടന്നു വന്നതാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ഒരു പ്രവചനം ലോക ചരിത്രത്തിൽ ഇനി അത് സാധ്യമാകുവാൻ കാലമായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ഒരു ക്ഷാമം ഈ ലോക ചരിത്രത്തിൽ കടന്നു വരാൻ പോവുകയാണ്. അതിനുള്ള തെളിവുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ വെക്കുക. ഇന്ന് പശ്ചിമേഷ്യ എടുത്തു കഴിഞ്ഞാൽ യുദ്ധവും ആ യുദ്ധത്തിൻ്റെ കെടുതികളും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഗാസ എന്ന് പറയുക. ഇന്നും ലോകത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നതും ഗാസയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഗാസയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ബൈബിൾ ഒരു ആത്മീയമായ പുസ്തകം മാത്രമായി നമ്മൾ അതിനെ കാണരുത്. അതിനകത്ത് ചരിത്രപരമായ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ട് ഇതൊരു പ്രവചനത്തിൻ്റെ പുസ്തകം കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രവചനങ്ങൾ അടങ്ങിയ പുസ്തകമായതുകൊണ്ടാണ് ഇതിനെ സത്യവേദ പുസ്തകം എന്ന് പറയുക. ഈ ലോകത്ത് നിരവധിയായ വേദങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏക വേദമെന്ന് പറയുന്നത് ബൈബിൾ ആയതുകൊണ്ടാണ് അതിന് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ ബൈബിൾ മാത്രമാണ് സത്യമെന്ന് ലോകത്തോട് ഈ ബൈബിൾ തന്നെ വിളിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, BC 630 അല്ലെങ്കിൽ 625 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനെന്നറിയപ്പെടുന്ന സെഫാനിയ എന്ന പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു പ്രവചനം എന്ന് പറയുന്നത് ഈ ഗാസയെ കുറിച്ചാണ്. അതിങ്ങനെയാണ് ബൈബിൾ പറയുക. സെഫാനിയ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്: ഗാസ നിർജ്ജനമാകും, അഷ്കലോൺ ശൂന്യമാകും, അസ്തോദിലെ ജനങ്ങൾ മധ്യാഹ്നത്തിൽ തുരത്തപ്പെടും, എക്രോൺ പിഴുതെറിയപ്പെടും. 4 വലിയ പട്ടണങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ട ഈ സെഫാനിയ 2:4 എന്ന് പറയുക. 4 പട്ടണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഗാസ ഉപേക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നിർജ്ജനമാകുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. അതിനുശേഷം പറയുന്നു അഷ്കലോൺ ശൂന്യമായി പോകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അഷ്ദോദ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ മധ്യാഹ്ന സമയത്ത് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ തുരത്തപ്പെടുമെന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ എക്രോൺ
പിഴുതെറിയപ്പെടുമെന്നാണ് വചനം വ്യക്തമാക്കുക. ഇത് ഒരു അഹങ്കാരത്തിൻ്റെയും അനീതിക്കും എതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രവചനം, അതായത് ഈ BC 625 അല്ല 630 കാലഘട്ടത്തിൽ ഈ പ്രവചനം കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേശങ്ങളെല്ലാം ഫിലിസ്ത്യരുടെ കീഴിലായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുക. ഫിലിസ്ത്യർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനത അല്ലെങ്കിൽ ജനവിഭാഗമായിരുന്നു. അന്ന് ഇസ്രയേൽ എന്നോ പാലസ്തീൻ എന്നോ ഇങ്ങനെ ഒരു രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്വതന്ത്രമായ നഗരങ്ങളായിട്ടാണ് ഈ 4 പട്ടണങ്ങളെയും നമ്മൾ കാണുക. എന്ന് വെച്ചാൽ ഈ 4 പട്ടണങ്ങളും തമ്മിൽ, നഗരങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ഗാസ എന്ന് പറയുന്ന പ്രദേശം പാലസ്തീന്റെ കീഴിലും ബാക്കി അഷ്കലോണും എക്രോനും അഷ്ദോദും ഒക്കെ ഇസ്രയേലിന്റെ ഭാഗമായി നിലനിൽക്കുമ്പോൾ, ഇസ്രയേലിന്റെ അധീനതയിൽ നിലനിൽക്കുമ്പോൾ, ഇന്ന് ഈ 4 പട്ടണങ്ങൾക്കെതിരെയുമുള്ള ഒരു പ്രവചനത്തിന്റെ ഭാഗമായി നമ്മൾ ഇതിനെ നോക്കിക്കാണുമ്പോൾ ഗാസ ഇന്ന് നിർമാർജനം ചെയ്യപ്പെട്ട് ഒരു പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, നമ്മൾ അതിനെ രാഷ്ട്രീയപരമായി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭരണപരമായി ഹമാസ് എന്ന് പറയുന്ന സംഘടന, അതിനെ ഭീകര സംഘടന എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആ സംഘടനയുടെ അധീനതയിൽപ്പെട്ട് സ്വന്തമായ അസ്തിത്വം നഷ്ടപ്പെട്ട് ഒരു നാശകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഒരു ഗാസ എന്ന് പറയുന്ന സ്ഥലം കടന്നു പോവുക. ഇന്ന് നമ്മൾ ബൈബിള് പഠിച്ചാൽ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം പോലെ ശൂന്യമായും ഉപേക്ഷിക്കപ്പെട്ടുമൊക്കെ ഗാസയിലെ ജനങ്ങൾ ചിതറിപ്പോയി. ആ സ്ഥലം എന്ന് നിർജ്ജനമായിരിക്കുകയാണ്. ജനങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഗാസ എന്ന് പറയുന്ന പ്രദേശം മാറുവാൻ കാരണമെന്ന് പറയുക, കാലഘട്ടങ്ങൾക്ക് മുമ്പ് ചില ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കടന്നു വന്ന അനീതികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായിട്ടാണ്. ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അസീറിയൻ സ്വാധീനത്തിൽപ്പെട്ട് ഏക ദൈവവിശ്വാസത്തിന് നിരക്കാത്തതായ മ്ലേച്ഛമായ ആരാധന രീതി കടന്നു വരികയും ബാലിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ജനതയായി, ഒരു ഭാഗമായി ഈ പ്രദേശം കടന്നു പോയപ്പോൾ സഫാനിയ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ ഭൂമുഖത്തു നിന്ന് സർവവും തുടച്ചു മാറ്റും. കാരണം ജനതകൾക്ക് നാശം വരുത്തുന്ന വിധത്തിൽ ദൈവത്തോട് മറുതലിച്ച ഒരു ജനത്തിനുള്ള മുന്നറിയിപ്പായി കടന്നുവന്ന ഈ പ്രവചനം ഇന്ന് ഗാസയെ നോക്കിക്കാണുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തീർന്നില്ല. സഫാനിയ മാത്രമല്ല, ആമോസ് പ്രവാചകൻ തന്റെ 1-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം ഏദോമിന് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസയുടെ മതിലിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും, അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയുമെന്നാണ് ആമോസ് പ്രവാചകൻ പറയുക. ഈ ആമോസ് പ്രവാചകന്റെ ഈ പ്രവചനം നടന്ന കാലയളവിൽ ഇസ്രയേൽ ജനത്തോട് ഫിലിസ്ത്യർ അഥവാ ഗാസയിൽ വസിച്ചിരുന്ന ജനം കാട്ടിയ കൊടിയ ക്രൂരതകൾക്ക് ദൈവം തന്റെ ശിക്ഷ അയക്കുമെന്നുള്ള പ്രവചനമാണ് ആമോസ് പ്രവാചകനിലൂടെ കടന്നു വരിക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നതല്ല. നിങ്ങൾക്ക് ബൈബിൾ എടുക്കാം. ആമോസ് പ്രവാചകൻ 1-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നിങ്ങൾ താഴേക്ക് വായിച്ചു നോക്കുമ്പോൾ മനുഷ്യക്കടത്തും അല്ലെങ്കിൽ ഒരു സ്ലേവറി പോലെയുള്ള സാഹചര്യങ്ങളും ദയയില്ലാത്ത
ക്രൂരമായ ചില പെരുമാറ്റങ്ങളും ക്രൂരതകളും ഒക്കെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്നു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. അതായത് സ്വകാര്യമായ ലാഭത്തിനു വേണ്ടി മനുഷ്യരെയും കുടുംബങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ചില സാധ്യതകളും സാഹചര്യങ്ങളും അവിടെ കടന്നു വന്നു. ഇസ്രയേല് എന്താ പറയാ, ഈ ഫിലിസ്ത്യർ ഇസ്രയേലിന്റെ നിയമത്തിൽ ഉൾപ്പെട്ടവരല്ലെങ്കിലും ദൈവം അവരെ, ശ്രദ്ധിക്കുക, ഒരു സാർവത്രിക നീതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുകയാണ്. ഇസ്രയേലിന്റെ ആ ഒരു നിയമത്തിന്റെ കീഴിലല്ലായിരുന്നു ഫിലിസ്ത്യ ജനം. പക്ഷേ ഒരു സാർവത്രിക നീതിയുടെ അടിസ്ഥാനത്തിൽ ആ ജനത്തിനും ദൈവം ശിക്ഷ വിധിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ കണ്ണുകളിൽ എല്ലാവരോടും, അല്ലെങ്കിൽ എല്ലാ ജാതികളോടും നന്മയും നീതിയും പുലർത്താത്ത എല്ലാവരോടും എന്താ പറയുന്നത്, ഒരു ശിക്ഷയുടെ കാലഘട്ടം അവിടെ കാണുകയാണ്. അതായത് ഒരു നീതി പുലർത്താത്ത ജനത്തെ ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതി നമ്മൾ അവിടെ കാണുകയാണ്. ഇന്നത്തെ ഗാസ എന്ന് പറയുക ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിലനിൽക്കുമ്പോൾ പലതവണ യുദ്ധവും പ്രതികൂലങ്ങളും തീയും ഒക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞു. മറ്റൊരു കാര്യമെന്ന് പറയുക, പഴയ ഗാസയിൽ ജീവിച്ചിരുന്ന ഫെലിസ്ത്യർ ഇന്ന് ജീവിക്കുന്ന ഈ പാലസ്തീനിലെ ജനങ്ങളല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗാസയ്ക്ക് എതിരെ ദൈവം തിരിയുമ്പോൾ ഇസ്രായേലിൽ പോലും നടമാടിയിരുന്ന സാമൂഹികമായ ചില തിന്മകൾക്കെതിരെ അവരോടും, അല്ലെങ്കിൽ ആ ഇസ്രയേലിലെ ചില ജനത്തോടും അവർക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യം, ആര് ചെയ്താലും അനീതിയെ ദൈവം വെറുക്കുകയാണ്, ക്രൂരതയെ ദൈവം വെറുക്കുകയാണ്. മനുഷ്യരെ വിൽക്കുന്ന പ്രവൃത്തികള് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയ പാപമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം അതിന് എതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കെതിരെയും തീ അയക്കുമെന്നുള്ള പ്രവചനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ന് നമ്മളൊന്ന് ചുമ്മാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗാസയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? അതായത് കാലങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഗാസയിൽ ഇന്ന് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ സെഖറിയ പ്രവാചകൻ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അഷ്കലോൺ അത് കണ്ട് ഭയപ്പെടുമെന്നാണ് പറയുക. അഷ്കലോൺ ഇസ്രയേലിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഗാസ കഠിന വേദനയിൽ പുളയുമെന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുക. സത്യമായില്ലേ? ഇന്ന് ഗാസയിലെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവര് എന്താ പറയുക, വേദനയിൽ പുളയുമെന്നുള്ള പ്രവചനം. പിന്നീട് പറയുന്നു, ആശ തകർന്ന എക്രോണിനും ഇത് തന്നെ സംഭവിക്കും. ഗാസയിൽ രാജാവില്ലാതാകും, അഷ്കലോൺ വിജനമാകും. ഗാസയില് ഭരണം ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഗാസയിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച്, അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തി മറ്റെന്തിനോ വേണ്ടി മറ്റൊരു സംഘടന അവിടെ പ്രവർത്തിച്ച് ആ ജനത്തിന് എന്താ പറയുക, സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ്. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയല്ല. ദൈവത്തിന്റെ വചനം അതെത്ര സത്യമായി എന്ന് നാം തിരിച്ചറിയണം. ഇതിൽ നിന്ന് നാം എന്താണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ പഠിക്കേണ്ടത്? ഹല്ലേലൂയ. ഒരു കാര്യം സത്യമാണ്, ദൈവം നീതിയും കരുണയും ആഗ്രഹിക്കുന്നു. 2, അനീതിക്കെതിരെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമെന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ സത്യദൈവത്തെ തിരിച്ചറിയുവാനും ആരാധിക്കുവാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആകും. ഇന്നൊരു സത്യ ദൈവത്തെ തിരസ്കരിച്ച് അന്യ ദൈവ ആരാധനയുടെ പിന്നാലെ കടന്നുപോയി സാമൂഹ്യമായ ചില തിന്മകള്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, മനുഷ്യരെ കടത്തുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള പല സാഹചര്യങ്ങളും ക്രൂരതകളും കണ്ട ദൈവം എന്തു ചെയ്തു? ആ ജനത്തോട് ഒരു പ്രതികൂലം കടന്നു വരുമെന്നുള്ള പ്രവചനം ആമോസ് പ്രവാചകനിലൂടെ, അതുപോലെ സെഫാനിയയിലൂടെ, അതുപോലെ സെക്കറിയായിലൂടെ ഒക്കെ കടന്നു വന്നത് ഇന്ന് യാഥാർത്ഥ്യമായി എന്നത് നമ്മൾ വിസ്മരിക്കരുത്. ബൈബിൾ ഒരു സാധാ പുസ്തകമായി നിങ്ങൾ കാണരുത്. ഇത് സത്യമാണ്.
ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ലോക ചരിത്രത്തിൽ സംഭവിക്കുവാനിരിക്കുന്നതാണ്. അതുകൊണ്ട് ബൈബിളിനെ തിരസ്കരിക്കുന്നതും അതിനെ തമസ്കരിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ദൈവത്തിന്റെ മുമ്പിൽ എന്താ പറയുക, ഒരു മണ്ടത്തരമായി മാത്രമേ ദൈവം അതിനെ കണക്കിലെടുക്കത്തുള്ളൂ. കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി യേശുക്രിസ്തുവിന്റെ എന്താ പറയുക മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ലാത്ത വിധം അവരുടെ മനസ്സിനെ അന്ധമാക്കും. ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 4:4 സെന്റ് പോൾ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു വെച്ചു, ഈ ലോകത്തിന്റെ ദേവൻ സാത്താൻ കണ്ണുകെട്ടും. ഹല്ലേലൂയ. സാത്താന് ആരാധന വേണമായിരുന്നു. ആ ആരാധനയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ മതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ സത്യത്തെ മൂടിവെക്കുവാൻ സാത്താൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് വീണുപോയ ആ മനുഷ്യന്റെ പതനമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഇന്ന് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായി ഈ ലോകത്തിലേക്ക് ഒരു ദൈവം മനുഷ്യനായി കടന്നു വന്ന് മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലത്തെ എടുത്തു മാറ്റുവാൻ കാൽവരിയിൽ തന്റെ അവസാനത്തുള്ള രക്തവും ചിന്തി യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ പാപപരിഹാര ബലി പൂർത്തിയാക്കി, എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവനെ എന്താ പറയുക വെടിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തി ഈ ലോകത്തുള്ള സകല പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യ ദൈവമില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും അത് വിശ്വസിക്കുവാൻ മനുഷ്യന്റെ മനസ്സിനെ അന്ധമാക്കിയ സാത്താൻ ഇന്നും ഓരോ നിമിഷവും മനുഷ്യ മനസ്സിനെ അന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ, പുതിയ നിയമത്തിൽ ഈ ഗാസയിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ തന്റെ ശിഷ്യനായ ഫിലിപ്പോസിനെ അയക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ നമുക്ക് കാണുവാൻ പറ്റും. നിങ്ങൾ ബൈബിൾ എടുക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഗാസ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നശിപ്പിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രവചനം കിടക്കുകയാണ്. എന്നാൽ ആ ഗാസയിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ യേശുക്രിസ്തു തന്റെ ദൂതനെ അല്ലെങ്കിൽ തന്റെ ശിഷ്യനെ അയക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഗാസയെ തിരിച്ചു പിടിക്കുവാൻ ദൈവം തന്റെ സുവിശേഷത്തെ ആ രാജ്യത്തേക്ക് അയക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പോസ് ഈ ദൂതന്റെ വാക്ക് അനുസരിച്ചതിന്റെ ഫലമായി ഒരു എത്യോപ്യക്കാരനായ ഷണ്ണനെ കൂട്ടിമുട്ടുന്നത് നമുക്കവിടെ കാണുവാൻ പറ്റും. എത്യോപ്യ രാജ്ഞിയായ കന്ദക്കായുടെ ഭണ്ണാര വിചാരിപ്പുകാരൻ എന്ന് വെച്ചാൽ ഒരു കണക്ക് നോക്കുന്ന അക്കൗണ്ടന്റ് എന്നൊക്കെ വേണം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഭണ്ണാര വിചാരിപ്പുകാരനെ കൂട്ടിമുട്ടുകയാണ്. ഈ വ്യക്തി ജെറുസലേമിൽ പോയി ആരാധന അർപ്പിച്ചതിന് ശേഷം തിരിച്ച് മടങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഫിലിപ്പോസിനെ ദൈവം അങ്ങോട്ട് അയക്കുക. അപ്പോ ഈ ഷണ്ണനായ വ്യക്തി രഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ രഥത്തിൽ യാത്ര ചെയ്യുന്ന സമയം യേശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ യേശയ്യാ എഴുതിയ ആ പ്രവചന ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. രഥത്തിലിരുന്ന് യേശയ്യാ പ്രവചനം വായിക്കുന്ന ഷണ്ണനായ വ്യക്തി, ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തിന്റെ അടുത്ത് ചേർന്ന് നടക്കുവാൻ പറയുകയാണ്. അങ്ങനെ ഈ ഫിലിപ്പോസ് രഥത്തിന്റെ അടുത്തേക്ക് നീങ്ങി നടക്കുകയും ഈ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഈ ഷണ്ണനായ വ്യക്തിയോട് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയം ഈ വ്യക്തി ഇങ്ങനെ മറുപടി പറഞ്ഞു, ആരെങ്കിലും ഇത് വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് മനസ്സിലാകുക? അപ്പോൾ ഫിലിപ്പോസ് അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് യേശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിന്റെ വരാനിരിക്കുന്ന കുരിശുമരണത്തെക്കുറിച്ച് യേശു ജനിക്കുന്നതിന് ഏകദേശം 600 വർഷം മുമ്പ് യേശയ്യായിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചന ഭാഗമാണ് ഇത് എന്താ പറയുന്നത് വായിക്കുന്നത് എന്നും കംപ്ലീറ്റ് ക്രിസ്തുവിനെ കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫിലിപ്പോസ് ഈ ഷണ്ണനായ വ്യക്തിയോട്
പറയുകയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പ്രവചനമായി ഏശയ്യാ 53 രേഖപ്പെടുത്തിയിരുന്ന സകല കാര്യങ്ങളും പിന്നീട് അത് ജെറുസലേമിൽ യാഥാർത്ഥ്യമായതും യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തതും കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞു കൊടുത്തു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തത് പഠിച്ചതിന് ശേഷം ഈ സത്യം തിരിച്ചറിഞ്ഞ ഈ ഷണ്ണൻ തന്റെ വിശ്വാസം യേശുക്രിസ്തുവിൽ ഏറ്റുപറയുകയും ആ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് തന്റെ രാജ്യമായ എത്യോപ്യയിലേക്ക് കടന്നുപോയി അവിടെ സുവിശേഷം എത്തിക്കുകയും ഓർത്തുകൊള്ളുക, ദൈവത്തിന് ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ഈ ഷണ്ണന് തലമുറകളില്ല. ഈ തലമുറകളില്ലാത്ത ഈ വ്യക്തിയെക്കുറിച്ച് പോലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിത്യതയിൽ എത്തിക്കുവാൻ യേശുക്രിസ്തു ആ വ്യക്തിയോട് പോലും സുവിശേഷം അറിയിച്ച് ആ ഷണ്ണനായ വ്യക്തി എത്യോപ്യ എന്ന രാജ്യത്ത് പോയി സുവിശേഷം എത്തിച്ച് ആ രാജ്യം മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ആ രാജ്യത്തെ സുവിശേഷവൽക്കരിക്കുകയും ചെയ്തത് ഈ ഷണ്ണനിലൂടെയാണ്. അങ്ങനെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഗാസ എന്ന് പറയുന്ന ആ ശാപത്തിന്റെ അല്ലെങ്കിൽ ഒരു നിർജ്ജനമായിരിക്കുന്ന വഴിയില്, വിജനമായിരിക്കുന്ന വഴിയില് അവിടെ സുവിശേഷത്തിന്റെ പ്രകാശം എത്തിക്കുവാൻ ദൈവം ഫിലിപ്പോസിനെ അയക്കുകയാണ്. എന്ന് വെച്ചാൽ ഗാസയെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഗാസയും ദൈവത്തിന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. ഗാസയെപ്പോലും ദൈവം സ്നേഹിച്ചിരുന്നു. ലോകത്തെ അത്രമാത്രം യേശുക്രിസ്തുവിലൂടെ ദൈവം സ്നേഹിക്കുവാൻ തൻ്റെ ഏകജാതനെ വിട്ടുതരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മളിത് കാണുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പദ്ധതിയില്, അതായത് ദൈവത്തിന്റെ കോപത്തിന്റെ അല്ലെങ്കിൽ ആ വിധിയുടെ ഒരു സാധ്യതയില് ഭൂമിയെപ്പോലും രക്ഷയുടെ മാർഗം എത്തിച്ച് മാറ്റിമറിക്കുവാൻ ഒരു സത്യദൈവത്തെ ആ ജനം അറിയുവാൻ, കുരിശുമരണത്തിന്റെ ആഴമറിഞ്ഞ് ജീവിക്കുവാനുള്ള അവസരം ഗാസയിലെ ജനത്തിന് പോലും ഒരുക്കി കൊടുക്കുവാൻ യേശുക്രിസ്തു തന്റെ ശിഷ്യനെ അയക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഇരുട്ടായ ചില മേഖലകളില് സുവിശേഷത്തിന്റെ പ്രകാശം കടന്നു വന്ന് അവിടെ നമ്മളും രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. പക്ഷെ അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ ആ അനുഗ്രഹം നമുക്ക് നഷ്ടമാകുമെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഗാസയിൽ മാത്രമല്ല, ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ സത്യ സുവിശേഷം എത്തിച്ച് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യ ദൈവം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ ആത്മാവ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമുക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ചില പെട്ടെന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ചില പ്രത്യേക ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ നഷ്ടമാക്കുവാനുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ കടന്നു പോകും. തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും ആ തെറ്റ് ആവർത്തിക്കപ്പെടുവാനുള്ള ഒരു ദുഷ്ടന്റെ പ്രേരണ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രകാശത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യമാവുകയില്ല. പഴയ നിയമത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 29 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. അവിടെ എന്താണ് സംഭവിക്കുക? യാക്കോബ് അല്ലെങ്കിൽ ഏശാവ്, ഈ രണ്ടു പേരും ഇസഹാക്കിന്റെ 2 മക്കളാണ്. എന്നാൽ ഏശാവ് തന്റെ കടിഞ്ഞൂൽ ജന്മാവകാശം ഒരൽപ്പം പായസത്തിനു വേണ്ടി വിട്ടുകൊടുക്കുകയും തന്റെ കടിഞ്ഞൂൽ അവകാശത്തെ നിസ്സാരമായി കരുതുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ പറ്റും. എന്ന് വെച്ചാൽ തന്റെ ആ കടിഞ്ഞൂൽ ജന്മാവകാശം അവഗണിച്ചുകൊണ്ട് ഒരൽപ്പം പായസത്തിനു വേണ്ടി ഏശാവ് അവിടെ ഒരു തെറ്റ് ചെയ്യുകയാണ്. എന്നാൽ ആ തെറ്റ് ഏശാവ് ചെയ്യുവാൻ കാരണമായത് എന്ന് പറയുക, അതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു ചില പദ്ധതി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഹെബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തില് ഈ സംഭവം ഹെബ്രായ ലേഖകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏശാവിനെ പോലെ ആരും
അസന്മാർഗിയോ അധാർമികനോ ആകരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചില അനുഗ്രഹങ്ങള് അവകാശങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ തിരസ്കരിക്കരുത്. അങ്ങനെ തിരസ്കരിക്കുന്ന ഒരു അസന്മാർഗിയോ അധാർമികനോ നമ്മൾ ആകരുത് എന്ന് മുന്നറിയിപ്പ് തരികയാണ്. എന്നിട്ട് പിന്നീട് ഈ അവകാശം പ്രാപിക്കുവാൻ ഏശാവ് ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ ചെയ്തു, പക്ഷെ ആ തെറ്റ് തിരുത്തുവാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അവിടെ പരാജയപ്പെട്ടു പോയി, തിരസ്കരിക്കപ്പെട്ടു പോയി. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചുവെങ്കിലും അനുദപിക്കുവാൻ അവന് അവസരം ലഭിച്ചില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ ചെറുതായി കാണരുത് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സാന്തരപ്പെട്ട് തിരിച്ച് തന്റെ ജന്മാവകാശം സ്ഥാപിക്കുവാൻ അവസരം തേടിയെങ്കിലും അവസരം ഏശാവിന് ലഭിച്ചില്ല. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ പദ്ധതിയും തിരിച്ചറിഞ്ഞ് മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ ഇവിടെ നമുക്കൊരു കാര്യം വളരെ കൃത്യമായി, അതായത് ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഇവിടെ എന്താണ് പറയുക? ഇസ്ഹാക്കിൽ നിന്ന് റെബേക്ക ഗർഭം ധരിച്ചു. ആ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ്, നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും എന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുകയാണ്. ഇവിടെ ബൈബിള് പറയുന്നത് ഇവിടെ നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ വിളിയാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് 13-ാം വാക്യം പറയുന്നു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, എന്നാൽ ഏശാവിനെ ആകട്ടെ ഞാൻ വെറുത്തു. ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുകയാണ്. എന്നുവെച്ചാൽ ദൈവം തന്റെ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ചിലതിലൊക്കെ നമുക്ക് നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മൾ നിരസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഓർക്കുക. ഈ ഏശാവ് യാക്കോബ് ഈ ഒരു പ്രശ്നത്തിന് ശേഷം യാക്കോബ് പിന്നീട് അവിടെ വിട്ടുപോവുകയാണ്. പിന്നീട് ഏശാവും യാക്കോബും തമ്മിൽ കൂട്ടിമുട്ടുന്നത് നമ്മൾ കാണുക ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. പരസ്പരം കൂട്ടിമുട്ടുന്ന ഏശാവും യാക്കോബും ഓടി വന്ന് പരസ്പരം ചുംബിക്കുകയും അവരുടെ വിരോധം മറന്ന് പരസ്പരം സമാധാനത്തിലേക്ക് ഏശാവും യാക്കോബും വരുവാനുള്ള കാരണവും ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നുവെച്ചാൽ പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന 2 പേരെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തിന്റെ കൃപയിലും ശക്തിയിലും നമ്മൾ ആശ്രയിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് എത്രയോ പേര് ശത്രുതയില്ല, പരസ്പരം ശത്രുതയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും ഒക്കെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഈ ശത്രുത വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നത് പോലെ തന്നെ ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളും തമ്മിൽ ശത്രുതയിലേക്ക് കടന്നുപോയി. അതിന്റെ എല്ലാം പിന്നിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ഈ ഭരണാധികാരികൾക്ക് സാധിക്കാതെ പോകുന്നത് ദൈവത്തിന്റെ വചനം എന്തെന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ലോകത്തിലുള്ള ശത്രുത, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും വൈരവും മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ഇന്ന് ഗാസയിലും ഇസ്രയേലിലും അല്ലെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പ്രതികൂലമുണ്ടെങ്കിൽ അവിടെയൊക്കെ സമാധാനം ഉണ്ടാവണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭുവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് ലോകം തിരിച്ചറിയുന്നിടത്തെ മാറ്റമുണ്ടാകത്തുള്ളൂ. നമ്മള് ഗാസയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. ജനം ശരിയാണ്, യുദ്ധത്തിന്റെ കെടുതിയിലും നാശത്തിലും ആ ദേശം വിട്ടുപോയി.
കാരണം ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്, പക്ഷെ ജനത്തിന് തിരിച്ചു വരുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബൈബിള് തന്നെ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല, എന്നാൽ ലോകത്തുള്ള സകല ജനതകളും അനുദപിക്കണമെന്നും തിരിച്ചു വരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ഇന്ന് ദൈവത്തിന്റെ വചനം സത്യമാണ് എന്ന് നമ്മുടെ കൺമുമ്പിൽ ഈ പ്രതികൂലങ്ങളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം സത്യമാണെന്ന് തെളിയുകയാണ്. എന്നാൽ ഇന്നും അന്ധകാരത്തിന്റെ ശക്തികള് എന്താ പറയുക, ഈ പരിശുദ്ധമായ ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് ജനത്തെ തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവചനം ഇന്നും ജീവിക്കുന്നു എന്ന് ലോകം അറിയണം. കാരണം ബൈബിൾ സത്യമാണ്. ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പഴയ നിയമത്തിൽ കടന്നു വന്ന സകല പ്രവചനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള പഴയ നിയമത്തിലെ എല്ലാ ബുക്കുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിരവധിയായ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് കുരിശുമരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ഒക്കെ ഈ ലോക ചരിത്രത്തിൽ നടന്നു വന്നത്. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കുവാൻ ഇരിക്കുന്നത് എന്നുള്ള നിരവധി പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രവചനം എന്ന് പറയുക യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്, ന്യായവിധിയെ കുറിച്ചുള്ളതാണ്. ഇതെല്ലാം വളരെ കൃത്യമായി ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? അതുമല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്തം എന്താണ്? അവിടെ ഒരൊറ്റ ഉത്തരവാദിത്വമേ ദൈവം നമ്മുടെ മുമ്പിലേക്ക് തരുന്നുള്ളൂ. അത് ഈ സത്യ സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് അവസാനം ദൈവം യേശുക്രിസ്തു കൊടുക്കുന്ന കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളോട് ചാരിറ്റി ചെയ്യണമെന്നല്ല, നിങ്ങളോട് ഓൾഡ് ഏജ് ഹോം പണിയണമെന്നല്ല, നിങ്ങളോട് എന്താ പറയുന്നത്, മറ്റു തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാനല്ല ബൈബിള് പറയുക. അത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുക. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്, അതുമല്ല യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. ഇന്ന് എവിടെയാണ് സുവിശേഷം പറയുക? ഏതു സാധ്യതയിലും സുവിശേഷം എത്തിക്കുവാൻ, ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന ഏറ്റെടുക്കുവാൻ ഇന്ന് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള സത്യത്തെ പ്രഘോഷിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? സേഫ് സോണിൽ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട ജനത്തിന്റെ നടുവിൽ തന്നെ വീണ്ടും 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 സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുവിശേഷം എത്താത്ത സ്ഥലത്ത് സുവിശേഷം എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സുവിശേഷം പറയുവാൻ ഉത്തരവാദിത്വമുള്ളവർ തമ്മിൽ വഴക്കടിച്ചും തർക്കവുമായി കോടതി കയറി നടക്കുമ്പോൾ അവരുടെ ഒപ്പം ഏത് ആത്മാവിന്റെ ശക്തിയാണ് കൂടെ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ പ്രതികൂലത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. ഇന്ന് പല സ്ഥലത്തും എന്താ സംഭവിക്കുക? ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ പക്ഷവും ഈ പക്ഷവും എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലണം, അതിനെക്കുറിച്ച് തർക്കം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ കുർബാനയുടെ പവിത്രതയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് അത് അർപ്പിക്കപ്പെടേണ്ടവർ ആ ഉത്തരവാദിത്വം മറന്ന് തെരുവിലേക്ക് ഇറങ്ങുവാനും വഴക്ക് പിടിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ആത്മാവാണെന്ന് തിരിച്ചറിയുവാനുള്ള ചങ്കുറ്റം എന്തേ നമുക്കില്ലാതെ പോകുന്നു. ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് വേണ്ടി എന്താ പറയുന്നത്, പരസ്പരം വിശ്വാസികളെ തമ്മിലടിപ്പിക്കുകയും ഗ്രൂപ്പ് കളിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ
ഏതാത്മാവാണ് സുവിശേഷം എത്തിക്കുവാൻ ദൈവം വിളിച്ച നമ്മളെ പോലെയുള്ളവർ സുവിശേഷം പറയുന്നില്ലെങ്കിൽ AD 345 ഈ കേരളത്തിലേക്ക് കടന്നു വന്ന ക്നായിത്തൊമ്മൻ പോലെയുള്ളവര് ഇവിടെ സുവിശേഷം എത്തിച്ചുവെങ്കിൽ അതിന്റെ പിൻതലമുറക്കാരെന്ന് പറയുന്ന നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, സുവിശേഷം എത്തിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കുർബാന ചൊല്ലുന്നതിലെ തർക്കമോ വൈദികർ തമ്മിലുള്ള മത്സരമോ ആരാണ് വലിയവനെന്ന ചോദ്യമോ ഒന്നും ഇവിടെ നിലനിൽക്കരുത്. എല്ലാവരും ക്രിസ്തുവിന്റെ സുവിശേഷം ആ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് ആ ഭിന്നിച്ചു നിൽക്കുന്നവരെ ചേർത്തു നിർത്തി പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രക്ഷയുടെ സുവിശേഷത്തെ, ഈ രക്ഷയുടെ അനുഭവത്തെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങള് നമ്മളോട് പറയുന്നത്, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുവാൻ ഈ ലോക ചരിത്രത്തിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശുക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് അത് ഏറ്റു പറയുന്നിടത്താണ് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ പറ്റുക. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇതെന്റെ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തമാണെന്ന് വിളിച്ചു പറയുവാനുള്ള കരുത്ത് നമ്മൾ എടുത്തേ മതിയാകൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അപ്പോൾ ആ മനുഷ്യൻ നീതീകരിക്കപ്പെടും. മനുഷ്യൻ അധരം കൊണ്ട് ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഏറ്റുപറയുമ്പോൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ വിശ്വാസമില്ലാത്ത ഒരു തലമുറ ഈ ലോകത്ത് ഉടലെടുക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇത് നമുക്ക് ദൈവം തരുന്ന കൽപ്പനയുടെ ഭാഗമായി എല്ലാവരോടും സുവിശേഷം പറയുവാനുള്ള കരുത്ത് നമ്മൾ എടുക്കണം. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ. ഹല്ലേലൂയ. ബൈബിള് പറയുന്നു, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. 20-ാമത്തെ വാക്യം, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് നമ്മൾ. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു വഴി ദൈവം ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി. അതുകൊണ്ട് നാം ദൈവത്തോട് രമ്യതപ്പെടണം. വഴക്ക് വേണ്ട, നീരസം വേണ്ട, പക വേണ്ട, യുദ്ധം വേണ്ട. സമാധാനം യേശുക്രിസ്തുവിൽ ലഭിക്കുവാൻ നമുക്ക് ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് വൈദികർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന വിശ്വാസ സമൂഹം, ഈ സമൂഹത്തോട് ഇതേപോലെ ഗാസയോട് പ്രവചിച്ചതുപോലെ ഈ പള്ളികൾ നിർജ്ജനമാകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളുക. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ തമ്മിൽ വഴക്കടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആക്രോശിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്നത്? സങ്കീർത്തനം 100 ഓർത്തുകൊള്ളുക. ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ഉത്തരവാദിത്വം ഇന്ന് സഭയിലും സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന അനീതിക്കും അക്രമത്തിനുമെതിരെ കർത്താവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇതെല്ലാം ഒന്ന് രമ്യതപ്പെടുവാൻ തക്ക വിധം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതെല്ലാം നമുക്കൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
ഞാൻ പാപിയാണ്. അങ്ങ് എനിക്ക് വേണ്ടി കാൽവരിയിൽ പാപപരിഹാര ബലിയായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങൻ്റെ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യേശു എൻ്റെ ദൈവമാണെന്നും യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഈ വചനമല്ലാതെ മറ്റൊരു സത്യമില്ലെന്നും എൻ്റെ ജീവിതം എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് ഇന്ന് നമുക്ക് ഈ ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ ലോക രാഷ്ട്രങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. കാലങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവം, രാജാക്കന്മാരെ മാറ്റുന്നതും പുനഃസ്ഥാപിക്കുന്നതുമായ ഒരു ദൈവം. ആ ദൈവം സകലതും നിയന്ത്രിക്കുന്ന കർത്താവ് ഇന്ന് ഈ ലോകത്ത് വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് മുട്ടുകുത്താം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പട്ടിണിയിലും വേദനയിലും യുദ്ധത്തിന്റെ കെടുതിയിലും നിലവിളിക്കുന്ന ജനത്തോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവത്തിനുമേ, യുദ്ധം അവസാനിച്ചേ മതിയാകൂ. യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോക നേതാക്കളുടെ ഹൃദയത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം നിർത്തുവാൻ കർത്താവേ അങ്ങക്ക് കൃപ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഗാസയിലേക്ക് ഫിലിപ്പോസിനെ അയച്ചതുപോലെ സുവിശേഷം എത്തിക്കുവാൻ ആ രാജ്യങ്ങളിലേക്കെല്ലാം സാക്ഷികളെ അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലൂടെ സമാധാനമുണ്ടാകുവാൻ, യേശുക്രിസ്തുവിലൂടെ ലോക രാജ്യങ്ങളിൽ ഒരു രമ്യത, ആ രമ്യതയുടെ സുവിശേഷം കടന്നു ചെല്ലുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ബൈബിളില് നമ്മളോട് സെൻപോൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം, പ്രത്യാശയുടെ ദൈവം നിങ്ങളെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ എന്നും, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്ന ആ വാക്യത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ലോകത്തിന്റെ പ്രത്യാശ എന്ന് പറയുക മറ്റാരുമല്ല, നസ്രായനായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് എത്തിക്കത്തുള്ളൂ. ഈ ലോകത്ത് നിങ്ങൾ കാണിക്കുന്ന ഒരു കസർത്തും, നിങ്ങൾ മുട്ടയെ നീന്തിയാലും തലയെ കുത്തി മറിഞ്ഞാലും ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിത്യതയിൽ നിങ്ങൾ എത്തത്തില്ല എന്ന് തിരിച്ചറിയണം. യേശുവിന്റെ കാൽവരിയാഗം ഏറ്റുപറയുന്ന, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന, പാപപരിഹാര ബലിയിലൂടെ നമ്മളെ എന്താ പറയുക, പാപത്തിന്റെ മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നും വീണ്ടെടുത്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാതെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള സത്യത്തെ തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കുമെന്നുള്ള സത്യവും തിരിച്ചറിയണം. ഓർത്തുകൊള്ളുക, സകല പ്രവചനങ്ങളും നിറവേറുകയാണ്. ഗാസ ശൂന്യമാകും, പ്രവചനം നിറവേറി. പ്രിയപ്പെട്ട ദൈവത്തിന് ജന്മേ, ബൈബിൾ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഇനിയും ഈ സത്യത്തിന് നേരെ മുഖം തിരിച്ചാൽ ഇതിലും വലിയ പ്രതികൂലങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് കർത്താവിൻ്റെ ആ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് രക്ഷയുടെ ആ വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് നടന്ന് നീങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ഈ ലോക രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരു 3-ാം ലോക മഹായുദ്ധത്തിനുള്ള എല്ലാ വഴികളും ബൈബിള് തന്നെ പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 38-39 ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വലിയ പ്രതികൂലങ്ങളെ കുറിച്ച് ഒക്കെ പ്രവചനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുവാൻ കടന്നു വരുന്ന തലമുറകള് സഭയിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. സഭയിലെ കൂദാശകളിലേക്ക് അവർ കടന്നു വരണം. അതിലേക്ക് ആ തലമുറകൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഈ സത്യത്തിനെതിരെ മുഖം തിരിച്ച് ഒരു പ്രതികൂലം അടുത്ത തലമുറയിലേക്ക് പോലും ഏറ്റെടുക്കുവാൻ നമുക്കിട വരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് പോട്ടേന്ന് വെക്കാം. നമ്മളെ വെറുക്കുന്നവരും നമ്മളെ മാറ്റി നിർത്തുന്നവരും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചേക്കുക.
ഒന്നിനെതിരെയും പ്രതികരിക്കാൻ പോകരുത്. നമുക്കൊരു ദൈവമുണ്ട്, അത് നസ്രായനായ യേശുവാണ്. അവൻ കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാരണം ഇന്ന് ഈ ലോകം സാത്താന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. എന്നാൽ ആത്യന്തികമായ വിജയം യേശുക്രിസ്തുവിന് മാത്രമാണെന്ന് തിരിച്ചറിയുക. ഉൽപ്പത്തി 3:15 പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആയുധങ്ങളെ നിരായുധമാക്കി കുരിശുമരണത്തിൽ വിജയം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിലുള്ള വിശ്വാസവും തിരിച്ചോടത്തുള്ളിലുള്ള സംരക്ഷണവും നമുക്ക് എന്നും അനുഗ്രഹമായി നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് മറക്കരുത്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ തിരസ്കരിക്കരുത്, ബൈബിളിനെ തിരസ്കരിക്കരുത്, പരിശുദ്ധ കുർബാനയെ തിരസ്കരിക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ഈ പ്രവചനങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വചനത്തിന്റെ വചനം ലഭിക്കാത്ത ഒരു കാലഘട്ടം, ക്ഷാമം ഈ ലോകത്ത് കടന്നു വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ നെഞ്ചോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും നമ്മുടെ തലമുറകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം